ഒരു പ്രമുഖ നടൻ അയാളോടൊപ്പം താൻ കിടക്ക പങ്കിടണമെന്ന വൈരാഗ്യബുദ്ധിയോടെ നിരന്തരം തന്നെ ശല്യം ചെയ്യുകയാണെന്ന് നടി രാധിക വെളിപ്പെടുത്തിയിരിക്കുന്നു. ഹിന്ദിയിൽ രാധിക ഒരു മറവുമില്ലാതെ ഗ്ലാമർ വേഷങ്ങളിൽ അഭിനയിച്ചു വരുന്നു. അവളുടെ നഗ്നചിത്രങ്ങൾ ഇപ്പോഴും സമൂഹ മാധ്യമങ്ങളിൽ നിരന്തരം പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഒരു ഹോളിവുഡ് ചിത്രത്തിൽ പച്ചയായി തന്റെ സ്വകാര്യ ഭാഗം പോലും ഈ നടി വെളിപ്പെടുത്തുകയുണ്ടായി. അതേസമയം തമിഴ് പടങ്ങളിൽ രാധിക തികച്ചും കുടുംബിനിയായി മാത്രമാണ് അഭിനയിക്കാറുള്ളത്. രജനികാന്തിനോടൊപ്പം കബാലിയിൽ പ്രത്യക്ഷപ്പെട്ട രാധിക പ്രബല നടിയായി ഉയരുകയും ചെയ്തു. പ്രകാശ് രാജിനോടൊപ്പം ഓൾ ഇൻ ആൾ, അഴകുരാജ, വെറ്റിശെൽവൻ എന്നീ പടങ്ങളിലും രാധിക അഭിനയിക്കുകയുണ്ടായി. തെലുങ്കിലും ഇവർ തന്റെ ആധിപത്യം നിലനിർത്തുകയാണ്. പല നടന്മാരും ലൈംഗികമായ ലക്ഷ്യത്തോടെ തന്നെ സമീപിക്കാറുണ്ടെന്നും അവരോടൊപ്പം താൻ മാന്യമായി പ്രതികരിച്ച് പിൻവാങ്ങുകയുണ്ടായെന്നും രാധിക തുറന്നു പറയുന്നു. ഈ നടന്മാർ മറ്റു നടിമാരത്ത് സ്ഥിരമായി കിടക്ക പങ്കിടാറുണ്ട്. അത് എനിക്കറിയാം. അങ്ങനെ അവരുമായി ഈ നടന്മാർ എന്നെ താരതമ്യപ്പെടുത്തിയിരിക്കാം. ശയിക്കേണ്ട എന്ന് തീരുമാനിക്കേണ്ടത് ഞാനാണ്. ഞാനൊരു തുറന്ന പുസ്തകമാണെന്ന് ഇവർ ധരിച്ചിരിക്കാം. മോഹന വാഗ്ദാനങ്ങൾ നൽകിയ എത്രയോ നടിമാരെ ഇക്കൂട്ടരും വീഴ്ത്തിയിട്ടുണ്ടെന്ന് എനിക്കറിയാം. മിക്ക നടിമാരും തങ്ങളുടെ അവസരങ്ങൾ നഷ്ടപ്പെട്ടു പോകുമെന്ന ഭീതിയോടെ സൂപ്പർ സ്റ്റാറിന്റെ ഇംഗിതത്തിന് വഴങ്ങുകയാണ് പതിവ്. എന്നെ ഇപ്പോൾ പിന്തുടരുന്നത് ഒരു തെന്നിന്ത്യൻ നടനാണ്. പലപ്പോഴും അയാളുടെ പേര് വെളിപ്പെടുത്തണമെന്ന് ഞാൻ ആഗ്രഹിച്ചു പോയിട്ടുണ്ട്. എന്നാൽ ഇത് അയാളുടെ ഇമേജിനെ സാരമായി ബാധിക്കും. അതുകൊണ്ടാണ് വെളിപ്പെടുത്താത്തത്. ഒരു ദിവസം ഞാൻ തങ്ങിയിരുന്ന ഹോട്ടലിൽ ഇയാൾ വന്നു. അതൊരു രാത്രിയിലായിരുന്നു. ഈ അപ്രതീക്ഷിതമായ കൂടിക്കാഴ്ചയിൽ എനിക്ക് സന്തോഷം തോന്നി. ഒരു വലിയ നടൻ എന്ന നിലയ്ക്ക് ഞാൻ അയാളോട് വളരെ മാന്യമായി സംസാരിച്ചു. സിനിമയെക്കുറിച്ച് അയാൾ സംസാരിച്ചു തുടങ്ങി. അയാൾ മദ്യപിച്ചിരുന്നു. സംസാരത്തിനിടയിൽ എന്റെ ശരീരമാകെ അയാളുടെ കണ്ണുകൾ പരതുന്നുണ്ടായിരുന്നു. മാത്രമല്ല സംഭാഷണത്തിൽ അശ്ലീല വാക്കുകളും വീണു തുടങ്ങി. ആ രാത്രി എന്റെ റൂമിൽ കഴിയണമെന്ന ആഗ്രഹം അയാൾ വെളിപ്പെടുത്തുകയുണ്ടായി. സാധ്യമല്ലെന്നും പെട്ടെന്ന് റൂം വിട്ടു പോകണമെന്നും ഞാൻ പറഞ്ഞു. എനിക്ക് വേണ്ടി ഒരുപാട് അവസരങ്ങൾ തരാൻ തനിക്ക് കഴിയുമെന്നൊക്കെയായിരുന്നു അയാളുടെ വാഗ്ദാനങ്ങൾ. ഗത്യന്തരമില്ലാതെ വന്നപ്പോൾ ഹോട്ടൽ അധികൃതരെ വിവരം അറിയിക്കുമെന്ന് പറഞ്ഞതോടെയാണ് അയാൾ എണീറ്റ് പോയത്. കൂടുതൽ സിനിമാ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ മലയാളം ക്രിയേഷൻസ്.